ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാനെ പോലെ നമുക്കൊരു പൊട്ടൻഷ്യൽ ത്രെട്ട് ആവുകയാണ് ബംഗ്ലാദേശ്. അതിനുള്ള മാറ്റങ്ങൾ, ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അവർ മാറി. അപ്പം അവർ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, റാഡിക്കൽ ഇസ്ലാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ കോപ്പ് കൂട്ടാൻ വളക്കൂറുള്ള മണ്ണാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് 1971 ബംഗ്ലാദേശ് അല്ല. അതിനുശേഷം ബംഗ്ലാദേശ് ഒത്തിരി മാറി. ഇന്ത്യയാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുന്നത്. എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന്. അതായത് ഇന്ത്യ ബംഗ്ലാദേശിനെ ഉണ്ടാക്കിയ ശേഷം ഇന്ത്യയിലെ സ്റ്റാമ്പുകൾ വരെ, അതിൻ്റെ അകത്ത് വരെ ബംഗ്ലാദേശ് സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു. കാരണം ആ രാജ്യത്തിന് പണം കൊടുക്കാൻ ഇന്ത്യയിൽ പണമൊന്നുമില്ല. അതേപോലെ സിനിമ കാണാൻ പോകുന്ന ടിക്കറ്റിനകത്ത് ഇത്ര പൈസ ഇന്ത്യയിൽ, അത് ബംഗ്ലാദേശ് ഫണ്ടായിരുന്നു. ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത രാജ്യം. പക്ഷേ ഇന്നുള്ള ഒരൊറ്റ ഒരാൾക്കാർക്കും മനസ്സിലായില്ല ഈ ബംഗ്ലാദേശ് ഇങ്ങനെ തിരിയുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോലും ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല ബംഗ്ലാദേശും ഇന്ത്യനും ഇത്ര മോശമായ ബന്ധം ഉണ്ടാകും. ഏറ്റവും മോശമായ ബന്ധത്തിലോട്ട് പോയി. പാകിസ്ഥാൻ പറഞ്ഞ 100% അവർ നടത്തിയെടുത്തു. എൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു, ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, അവരിത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് ഈ പാകിസ്ഥാൻ്റെ ഇൻ്റർവെൻഷൻ മാറ്റിയെടുക്കും. ഒരു കുന്തവും നടന്നില്ല. അതായത് കൃത്യമായിട്ട് പറയാം, നമ്മുടെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുന്നതിലും അതിൻ്റെ പ്രോഡക്റ്റ് നല്ല ബന്ധത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഡിപ്ലോമാറ്റ്സ് ഭൂലോക പരാജയമാണ്. അതാണ് അതിൻ്റെ കാര്യം. അവസാനം റഷ്യയെ കൊണ്ട് ഇന്ന് പറയിപ്പിച്ചു, റഷ്യയുടെ ബംഗ്ലാദേശി അംബാസഡറെ കൊണ്ട് പറയിപ്പിച്ചു, ബംഗ്ലാദേശ് ഇന്ത്യ രമ്യമായിട്ട് പരിഹരിക്കണം, മാറയാണ് കോളയാണെന്ന്. അമേരിക്ക സൈലന്റ്, ചൈന സൈലന്റ്, അറേബ്യൻ രാജ്യങ്ങൾ സൈലന്റ്, ആരും മിണ്ടുന്നില്ല. മനസ്സിലാക്കും, നമ്മുടെ റിലേഷൻഷിപ്പ് ഏറ്റവും മോശമായ ബംഗ്ലാദേശുമായിട്ട്.